Hello everyone, welcome to IGNOU Learning and our MA Psychology Marathon Series. Exam Marathon Series in the part 6 ലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി പേപ്പറിന്റെ ബ്ലോക്ക് 1 ആയിരുന്നു. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തിനായാലും IGNOU MA Psychology എക്സാം മാരത്തോൺ സീരീസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്താണ് എക്സാം മാരത്തോൺ സീരീസ് എന്ന് അറിയാത്ത ആളുകൾക്ക് ജസ്റ്റ് ബേസിക്കലി പറഞ്ഞുതരാം. നമ്മളുടെ IGNOUയുടെ MA സൈക്കോളജിയിൽ വരുന്ന എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് ഇയറിൽ വരുന്ന എല്ലാ പേപ്പേഴ്സിൻ്റെയും ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്ലോക്കുകൾ നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് അറൗണ്ട് 10 ഇയേഴ്സ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിൽ നിന്നൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ മനസ്സിലാക്കിയിട്ട് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ആണ് എക്സാം മാരത്തോൺ സീരീസിൽ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ബേസിക്കലി ഓൾ അബൌട്ട് ദ ബേസിക്സ് ഓഫ് ദിസ് പെർട്ടിക്കുലർ എക്സാം മാരത്തോൺ സീരീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആസ് ഐ മെൻഷൻഡ് അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജിയുടെ ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 2 ബേസിക്കലി പറയുന്നത് സോഷ്യൽ ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ്, പിന്നെ പ്രോ സോഷ്യൽ ബിഹേവിയറിനെ കുറിച്ചാണ്, ദെൻ ഓൾസോ അബൌട്ട് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻസിനെ കുറിച്ചാണ്. അപ്പം ഹ്യൂമൻ ബീങ്സിൻ്റെ അട്രാക്ഷൻ അഥവാ നമുക്ക് മറ്റൊരാളോട് അട്രാക്ഷൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ സോഷ്യൽ ഇൻഫ്ലുവൻസ്, ഒബീഡിയൻസ്, പെർസുവേഷൻ, കൺഫേമിറ്റി, കംപ്ലൈൻസ് പോലെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ നമ്മളെ ആളുകൾ ഏതൊക്കെ രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊക്കെ എന്താണ് നമുക്കിതിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. ദെൻ ഇറ്റ് ടോക്സ് അബൌട്ട് പ്രോ സോഷ്യൽ ബിഹേവിയർ ഓൾസോ, വൈ പീപ്പിൾ ഹെൽപ്പ്, എന്തുകൊണ്ടാണ് ആളുകൾ ഹെൽപ്പ് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ബ്ലോക്ക് 2 ഓഫ് അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എനിവേ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെട്ട ഈ ബ്ലോക്കിലെ 3 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബ്ലോക്ക് 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് കംപ്ലൈൻസ് എന്നുള്ളതാണ്. സോഷ്യൽ ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് കംപ്ലൈൻസിനെ കുറിച്ച്, കൺഫേമിറ്റിയെക്കുറിച്ച്, ഒബീഡിയൻസിനെ കുറിച്ച്, ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൽ കംപ്ലൈൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. 2019 ഡിസംബറിലെ 6th ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കംപ്ലൈൻസ് ആസ് ഗിവൺ ബൈ സിയാൽഡിനി കംപ്ലൈൻസിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡിസംബർ 2014 4th ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ സോഷ്യൽ ഇൻഫ്ലുവൻസ്, ഡിസ്കസ് കംപ്ലൈൻസ് ആൻഡ് ഒബീഡിയൻസ് ആസ് എ പ്രോസസ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ട് അതിലും കംപ്ലൈൻസ് എന്ത് ചെയ്യേണ്ടതുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ജൂൺ 2014 ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലൈൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. 7th ക്വസ്റ്റ്യൻ നോക്കാം നിങ്ങൾക്ക്. ഡിഫൈൻ കംപ്ലൈൻസ്, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കംപ്ലൈൻസ് എന്നാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് ഈ കംപ്ലൈൻസിൻ്റെ ഡെഫിനിഷൻ എഴുതുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് അതിൻ്റെ 6th പ്രിൻസിപ്പിൾസ് എന്നുള്ളത്. ഓക്കെ, എത്ര പ്രിൻസിപ്പിൾസ് സിയാൽഡിനി തന്നിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, ആ 6 എണ്ണവും അല്ലെങ്കിൽ എത്ര നമ്പർ ഉണ്ടോ അത് മുഴുവൻ എന്താണ് നമുക്ക് ആവശ്യമുള്ളതാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എന്താണ് ഒരു കംപ്ലൈൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നോക്കാം. SLMലേക്ക് വരുമ്പോൾ കംപ്ലൈൻസിൻ്റെ പാർട്ട് 1.3.2 ആണ്. അവിടെയാണ് കംപ്ലൈൻസ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. കംപ്ലൈൻസ് റെഫേഴ്സ് ടു ദ ആക്ട് ഓഫ് റെസ്പോണ്ടിങ് ഫേവറബിളി ടു എൻ എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ് റിക്വസ്റ്റ് ഓഫേർഡ് ബൈ അതേഴ്സ് എന്നാണ്. അഥവാ മറ്റുള്ള ആളുകളുടെ ഏതെങ്കിലും റിക്വസ്റ്റിനോട് നമ്മൾ പോസിറ്റീവായിട്ടോ റെസ്പോണ്ട് ചെയ്യുന്നതാണ്, പോസിറ്റീവായിട്ട് ഫേവറബിൾ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ് എന്താ കംപ്ലൈൻസ് എന്ന് പറയുന്നത്. അതിനൊരു ബേസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ പേന എനിക്ക് തരാമോ എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കംപ്ലൈൻസ് ആണ്. കാരണം എന്താ, നിങ്ങൾ എൻ്റെ ഒരു റിക്വസ്റ്റിന് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ആക്ച്വലി കംപ്ലൈൻസീസ്. അത്രയും സിമ്പിളാണ് ഈ കൺസെപ്റ്റ് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. റിക്വസ്റ്റ് ചിലപ്പോൾ എക്സ്പ്ലിസിറ്റ് ആയിരിക്കാം, ഇംപ്ലിസിറ്റ് ആയിരിക്കാം എന്നുള്ളത്. അതൊന്നും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ഞാൻ എന്തായാലും ഫോർ ദ ടൈമിങ് ഞാൻ ജസ്റ്റ് പ്രിൻസിപ്പിൾസ് മാത്രം എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. നമ്മളുടെ ലെസൺ 9 വാല്യൂ ആയിട്ട് നോട്ട്സിലാണ്, അതുപോലെ തന്നെ ലെസൺ 9 നമ്മൾ എഴുതിയിട്ടുള്ളത് 6 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും കംപ്ലൈൻസിലേക്ക് ലീഡ് ചെയ്യുന്ന 6 ഫാക്ടേഴ്സാണ് ഈ പ്രിൻസിപ്പിൾസിലൂടെ സിയാൽഡിനി ഉദ്ദേശിച്ചത്. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തേത് റെസിപ്രോക്കേഷൻ ആണ്. അഥവാ നമ്മളെ ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാളും ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി കൂടുമെന്നാണ്. വെൻ സംവൺ ഡസ് us a favor, it creates an obligation to accept any reasonable requests he or she might
മേക്ക് ഇൻ റിട്ടേൺ. അഥവാ ഒരാൾ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്തു, അപ്പോൾ പിന്നീട് അയാൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ കൊടുക്കാനുള്ള ടെൻഡൻസി, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നതാണ് റെസിപ്രോക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഗിവൺ ബൈ സിയാൽഡിനി. ദെൻ ക്രെഡിബിലിറ്റി ആണ് അടുത്തത്. ഇപ്പം പറയുന്നത്, അതായത് ഒരു കാര്യം പറയുന്നത്, നിങ്ങളോട് ചോദിക്കുന്നത്, എന്തെങ്കിലും ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നത് ഒരു എക്സ്പേർട്ടാണ്, ആ പറയുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള എക്സ്പേർട്ട് ആണെങ്കിൽ നമ്മളത് കംപ്ലയിൻസ് കാണിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് കോവിഡിൻ്റെ സമയത്ത് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്ന കാര്യങ്ങൾ, കേരള ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ പറയുന്നത് എന്താണ്, നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അനുസരിക്കാറുണ്ട്, ഫേവറബിൾ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണ്, അവർ അത്രയും നോളജബിൾ ആയുള്ള ആൾക്കാരായതുകൊണ്ടാണ്. അതിന് പകരം വേറെ ആരെങ്കിലും, നിങ്ങൾക്ക് വലിയ പരിചയമൊന്നും ഇല്ലാത്ത, മെഡിക്കൽ സയൻസിനെ കുറിച്ച് യാതൊരുവിധ ഒന്നും അറിയാത്തൊരു വ്യക്തിയാണിത് പറയുന്നതെങ്കിൽ നമ്മൾ ചിലപ്പം അംഗീകരിച്ചെന്ന് വരില്ല. ദാറ്റ് ഈസ് ദ ക്രെഡിബിലിറ്റി തിങ്. ഓക്കെ, ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. എത്രത്തോളം നോളജബിൾ ആയിട്ടുള്ള, അബിലിറ്റി ഉള്ള, സ്കിൽഡ് ആയിട്ടുള്ള ആളാണോ ഒരു റിക്വസ്റ്റ് വെക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ അയാളോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയും മാറും എന്നുള്ളതാണ്, അല്ലെങ്കിൽ കംപ്ലയിൻസ് കൂട്ടുമെന്നാണ്. മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് ലൈക്കിംഗ് ഓർ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത്. നമ്മൾ കൂടുതലും നമ്മുടെ ഫ്രണ്ട്സിനോട്, നമുക്ക് അറിയാവുന്ന, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളോടായിരിക്കും കൂടുതൽ കംപ്ലയിൻസ് കാണിക്കുക എന്നുള്ളതാണ്. സിംപ്ലി ദാറ്റ് മീൻസ്. പിന്നെയാണ് സ്കാർസിറ്റി എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ചുള്ള നമ്മളുടെ പേടി, ലൈക്ക് അത് തീർന്നു പോകുമോ അല്ലെങ്കിൽ കഴിഞ്ഞു പോകുമോ, അത് വളരെ റെയർ ആണല്ലോ, ഇപ്പോൾ തന്നെ ഗ്രാബ് ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഒരു സ്കാർസിറ്റി ഫീലിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, സ്കാർസ് ഫീലിംഗ് ഉണ്ടാവുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മളെ കംപ്ലയിൻസിലേക്ക് നയിക്കുന്നതാണ്. പിന്നെ അടുത്തതാണ് സോഷ്യൽ വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ആളുകളും ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളും അത് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. People are more willing to take a recommended step if they see evidence that many others, especially similar others, are taking it. അഥവാ എല്ലാവരും മാസ്ക് ധരിച്ചാൽ നമ്മൾ മാസ്ക് ധരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനിയിപ്പം ഒരു സിറ്റുവേഷനിൽ പോയിട്ട് നമ്മൾ മാത്രം മാസ്ക് ധരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാലോ ചിലപ്പോൾ നമ്മൾ ആ മാസ്ക് ഊരി വെക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് സോഷ്യൽ വാലിഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം നമ്മളെ പോലെയുള്ള മറ്റുള്ള ആളുകൾ അത് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളും ആ ഒരു കംപ്ലയിൻസിന്, ഒരു കാര്യത്തിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യത കൂടുന്നതാണ്. പിന്നെയാണ് കമ്മിറ്റ്മെൻറ്റ്. 6th വണ്ണാണ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോയാലിറ്റി, ഏതെങ്കിലും ഒരു ബേസിലോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോട്, ഒരു പേഴ്സണോടോ നമുക്ക് ഭയങ്കരമായിട്ട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കേൾക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കംപ്ലയിൻസ് കാണിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നാണ്. അപ്പോൾ ഈ 6 പ്രിൻസിപ്പിൾസ് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക, മാറിപ്പോവാതിരിക്കുക. ഇത് റെസിപ്രോക്കേഷനും ക്രെഡിബിലിറ്റിയും ലൈക്കിംഗ് ഫ്രണ്ട്ഷിപ്പ്, സ്കാർസിറ്റി, സോഷ്യൽ വാലിഡേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, ഇത് 6ഉം നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ കംപ്ലയിൻസിനെ കുറിച്ചുള്ള ഏത് ക്വസ്റ്റിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. എന്ത് തന്നെ ചോദിച്ചാലും നിങ്ങൾക്ക് there are 6 പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. You will at least get some marks. Okay, അപ്പോൾ that is all about the first question that we are discussing today. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ്, ഒബീഡിയൻസും കൺഫേമിറ്റിയും. ആക്ച്വലി ഒബീഡിയൻസിനെ കുറിച്ചും കൺഫേമിറ്റിയും കുറിച്ചും ടുഗദർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്. ചിലപ്പം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒബീഡിയൻസ് ആൻഡ് കൺഫേമിറ്റി എന്നായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ കൺഫേമിറ്റി എന്താണെന്ന് ചോദിക്കാം, അല്ലാത്ത സമയത്ത് ഒബീഡിയൻസ് എന്താണെന്നും ഒറ്റക്കൊറ്റക്കായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ആദ്യം നമുക്ക് കൺഫേമിറ്റിയെ കുറിച്ച് തന്നെ ഡിസ്കസ് ചെയ്യാം, ക്വിക്കായിട്ട് ഡിസ്കസ് ചെയ്യാം. കൺഫേമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, ബിഹേവിയേഴ്സ് എന്താണ്, മറ്റുള്ള ആളുകൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ കൺട്രോൾഡ് ആവുക അല്ലെങ്കിൽ കണ്ടീഷൻഡ് ആയി പോകുന്ന ഒരു കൺസെപ്റ്റാണ്, ഇൻഫ്ലുവൻസ് ആണ് കൺഫേമിറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് കൂടെ ഒരു ഹോട്ടലിൽ പോകുന്നു. ഹോട്ടലിൽ പോയ സമയത്ത് നിങ്ങൾ കോഫി ഇഷ്ടപ്പെടാത്ത ഒരാളാണ്, പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള 5 സുഹൃത്തുക്കളും കോഫിയാണ് ഓർഡർ ചെയ്തത്. അത് കണ്ടിട്ട് കോഫി ഇഷ്ടമില്ലാത്ത നിങ്ങൾ കോഫി ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാണിക്കുന്നതാണ് കൺഫേമിറ്റി. ഓക്കെ, കാരണം എന്താ, അവിടെ നിങ്ങളെന്താ ചെയ്യുന്നത്, ആക്ച്വലി മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് അഥവാ കോഫി ഓർഡർ ചെയ്തില്ലെങ്കിൽ അവരെ പോലെ ആവാതായി പോകുമോ, അല്ലെങ്കിൽ അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമോ, ലെഫ്റ്റ് ഔട്ടായി പോകുമോ എന്നുള്ള പേടി കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസേൺ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു, അവരുടെ കൂടെ കൂടുന്ന നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോഫി നിങ്ങൾ ഓർഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് വാട്ട് കൺഫേമിറ്റി ഈസ്. ദിസ് ഇൻഫ്ലുവൻസ് ഒക്കേഴ്സ് ഇൻ ബോത്ത് സ്മോൾ ഗ്രൂപ്പ്സ് ആൻഡ് സൊസൈറ്റി ആസ് എ ഹോൾ. അഥവാ ചെറിയ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഓവറോൾ സൊസൈറ്റിയിലും ഈ ഒരു എഫക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൺഫേമിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. അതിലൊന്നാമതാണ് അട്രാക്റ്റീവ്നെസ് ഓഫ് അതർ മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലുള്ള മറ്റ് മെമ്പേഴ്സിൻ്റെ അട്രാക്റ്റീവ്നെസ് ആണ്. കോംപ്ലക്സിറ്റി ഓർ ഡിഫിക്കൽട്ടി ഓഫ് ദ ടാസ്ക്, നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ടാസ്ക് എത്രത്തോളം കോംപ്ലക്സ് ആണ്, ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു ടാസ്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെങ്കിൽ, പണ്ട് നമ്മൾ മേ ബി ക്ലാസ്സിൽ മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ തരുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ തന്നെ എഴുതി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാറുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ്സ് വെരി
കോംപ്ലക്സ് ടു അണ്ടർസ്റ്റാൻഡ് മേ ബി. ദെൻ അടുത്തതാണ് ഗ്രൂപ്പ് കൊഹസീവ്നെസ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് കൊഹസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സിൻ്റെ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ എത്രത്തോളം ഊഷ്മളമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ അതൊക്കെ തന്നെയാണ്. ആ ഗ്രൂപ്പ് എത്രത്തോളം യൂണിറ്റി കീപ്പ് ചെയ്യുന്ന ഗ്രൂപ്പാണ്, അതൊക്കെ ആ ഗ്രൂപ്പിൻ്റെ കൊഹസീവ്നെസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. സോ എത്രത്തോളം ഗ്രൂപ്പ് കൊഹസീവ്നെസ് ഉണ്ടോ, എത്രത്തോളം ആളുകൾ തമ്മിൽ കണക്റ്റഡ് ആണോ, അത്രത്തോളം കൺഫേമിറ്റിക്കുള്ള സാധ്യതകളും ഉണ്ട് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ കൺഫേമിറ്റിയിൽ ഞാൻ അത്രേ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കൺഫേമിറ്റിയുടെ പോർഷൻസ് വായിച്ച് നോക്കിയിട്ടൊന്ന് എഴുതേണ്ടതാണ്. പിന്നെയാണ് ഒബീഡിയൻസിലേക്ക് വരുന്നത്. ഒബീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലയൻസ് പോലെ തന്നെ, പക്ഷേ ഇവിടെ ഒബീഡിയൻസ് ഈസ് എ ഫോം ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് വേർ എൻ ഇൻഡിവിജ്വൽ ആക്ട്സ് ഇൻ റെസ്പോൺസ് ടു എ ഡയറക്റ്റ് ഓർഡർ ഫ്രം another individual who is usually an authority figure. അപ്പം ഈ അതോറിറ്റി ഫിഗർ എന്ന് പറയുന്ന ടേം ഒബീഡിയൻസിലെ പ്രധാനമായിട്ടും കംപ്ലയൻസുമായിട്ട് വെച്ച് നോക്കുന്ന സമയത്ത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മേജർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ കാര്യമാണ് ഈ അതോറിറ്റി ഫിഗർ എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലയൻസ് പോലെ തന്നെ മറ്റുള്ള ആളുകൾ പറയുന്നത് നമ്മൾ അനുസരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ പറയുന്ന ആളുകൾ ഒരു അതോറിറ്റി ഫിഗർ ആയിരിക്കും. അത് ഗവൺമെൻറ് ആയിരിക്കാം, ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിരിക്കാം, മന്ത്രിമാരായിരിക്കാം, പാർട്ടി സെക്രട്ടറി ആയിരിക്കാം. അങ്ങനെ ഒരു അതോറിറ്റി ഫിഗർ, ഒരു ഡെസിഗ്നേഷനിലുള്ള ആളുകൾ, ഏതെങ്കിലും പവറിലുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾ അവർ പറയുന്നതിനെ അനുസരിക്കുന്നതിനാണ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. സോ ഡയറക്റ്റ് ഓർഡർ, മറ്റുള്ള ആളുകളുടെ ഡയറക്റ്റ് ഓർഡറിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് ബേസിക്കലി ഒബീഡിയൻസ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒബീഡിയൻസ് ഒക്കേഴ്സ് വെൻ യു ആർ ടോൾഡ് ടു ഡു സംതിങ്. ഓക്കെ, അഥവാ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോഴാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്, ഒബീഡിയൻസ് ഒക്കെയർ ചെയ്യുന്നത്. ഇവിടെ റീക്വസ്റ്റുകളല്ല പറയുന്നത്, ഓർഡേഴ്സാണ്. നമ്മൾ കംപ്ലയൻസിൽ പ്രധാനമായിട്ടും നമ്മൾ പേന ഒന്ന് തരുമോ എന്ന് ചോദിക്കുന്ന ഒരു റിക്വസ്റ്റ് ആണ്. പക്ഷേ ഒബീഡിയൻസിൽ പേന താടാ എന്നാ പറയാം. ഓക്കെ, തരണം എന്നായിരിക്കും പറയാം. ഇറ്റ്സ് കൈൻഡ് ഓഫ് എൻ ഓർഡർ കൈൻഡ് ഓഫ് എ തിങ്. ഓക്കെ, അപ്പോൾ അതാണ് വേറൊരു ഡിഫറൻസ് എന്നുള്ളത്. ഒബീഡിയൻസിൽ പൊതുവെ ഓർഡേഴ്സാണ്, കംപ്ലയൻസിൽ റിക്വസ്റ്റുകളാണ്. കൾച്ചറൽ ആറ്റിറ്റ്യൂഡ്സ് ഒബീഡിയൻസ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചേഴ്സിലൊക്കെ ഇങ്ങനെ വിശ്വസിക്കുന്നത് കുറേ ഒബീഡിയൻ്റ് ആയിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. അഥവാ കുട്ടികൾ അവരുടെ പാരൻസ് പറയുന്നത് കേൾക്കണം, അങ്ങനെ ഇന്ന ആളുകൾ സ്ലേവ്സ് ആണെങ്കിൽ അവരുടെ ഓണേഴ്സ് പറയുന്നത് കേൾക്കണം, അങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോഡ്സ് പീപ്പിൾ അവരുടെ കിങ് പറയുന്നത് കേൾക്കണം. അങ്ങനെ കുറേ എന്താണ് നിയമങ്ങളും സംഭവങ്ങളൊക്കെ എന്താണ് നമ്മുടെ സൊസൈറ്റിയിലും കൾച്ചേഴ്സിലൊക്കെ ഉണ്ടെന്നാണ്. ഒബീഡിയൻസ് ട്രെയിനിങ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. നമുക്ക് ഒബീഡിയൻസ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിനെ, നമ്മൾ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യാറുണ്ട് എന്തിന്, നമ്മൾ പറയുന്ന പോലെ തന്നെ അനുസരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എഫക്റ്റീവായിട്ട് ലൈക്ക് സോഷ്യൽ ആനിമൽസ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. നമുക്ക് വേണ്ട രീതിയിൽ നമ്മളെ കാര്യങ്ങളൊക്കെ അനുസരിക്കുന്ന രീതിയിൽ നമുക്ക് പാരൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമെന്നാണ്. ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു തിയറിറ്റിക്കൽ ബേസ്ഡായിട്ടുള്ള പ്രാക്ടീസസ് ആണ് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ മറ്റൊരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തേണ്ടത് സ്റ്റാൻലി മിൽഗ്രാമിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. അത് നിങ്ങൾ തന്നെ വായിച്ച് പഠിക്കുക. ഇറ്റ്സ് ഈസി, നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ ഓൾ ഓവർ കിട്ടും. അതിൻ്റെ വീഡിയോസും സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അതിൽ ഷോക്ക് കൊടുക്കുന്നതും അദ്ദേഹത്തിൻ്റെ വളണ്ടിയേഴ്സും ടീച്ചർ ആൻഡ് സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നതൊക്കെ ആ ഒരു സമയത്ത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് ഒബീഡിയൻസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പം മറന്നുള്ളത് സ്റ്റാൻലി മിൽഗ്രാമിൻ്റെ എക്സ്പെരിമെൻറ്റും ഈ കൾച്ചറൽ ആറ്റിറ്റ്യൂഡ്സ് പോലെയുള്ള ഫാക്ടേഴ്സും പിന്നെ എന്താണ് ഒബീഡിയൻസ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷനും ഒബീഡിയൻസിൻ്റെയും കംപ്ലയൻസിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസും, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, ഓർമ്മിച്ച് വെക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ എന്നുള്ള ഒരു മോഡലിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനെയും അഗ്രഷനിലേക്കും ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. വിച്ച് ഈസ് ആക്ച്വലി ബേസിക്കലി ദ ഫോർത്ത് യൂണിറ്റ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ബ്ലോക്ക്. അഗ്രഷനെയും ഫ്രസ്ട്രേഷനെയും കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്, ചോദിക്കാറുള്ളത്. അപ്പോൾ ഒന്നാമത്തത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ നോക്കൂ. ഇത് ഡിസംബർ 2014 ക്വസ്റ്റ്യൻ ആണ്. അതിൽ 10th ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫ്രസ്ട്രേഷൻ, അഗ്രഷൻ ആൻഡ് സൈക്കോഡൈനാമിക് തിയറീസ് ഓഫ് അഗ്രഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി 2016 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ 9th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് അഗ്രസീവ് ബിഹേവിയർ, ഡിസ്കസ് ദ കോസസ് ഓഫ് അഗ്രസീവ് ബിഹേവിയർ എന്നാണ്. ഇനി 2017 ജൂൺ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5th ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ മെത്തേഡ് ടു റെഡ്യൂസ് അഗ്രഷൻ. ദെൻ ജൂൺ 2018 ക്വസ്റ്റ്യനിൽ 3rd ക്വസ്റ്റ്യൻ നോക്കൂ, ഡിസ്കസ് വേരിയസ് തിയറീസ് ഓഫ് അഗ്രഷൻ. അപ്പോൾ ഞാനിങ്ങനെ വായിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അഥവാ ഈ അഗ്രഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒരു പെർട്ടിക്കുലർ സെൻറ്റർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഫോക്കസ്ഡ് ആയിട്ടല്ല ഉള്ളത്. അതിൽ വരുന്ന എല്ലാ ടോപ്പിക്കുകളും ലൈക്ക് അഗ്രഷൻ്റെ ഉള്ളിൽ വരുന്ന അതിൻ്റെ തിയറീസ്, കോസസ്, പിന്നെ ഫ്രസ്ട്രേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ നിന്നും അഗ്രഷൻ്റെ ഏതൊരു പാർട്ടിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ലെസൺ നമ്പർ 12 നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അഗ്രഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ചെറിയൊരു ബിറ്റ് ഞാനിവിടെ ഷെയർ ചെയ്യാം.
സോ നേച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് അഗ്രഷൻ, അതായത് അഗ്രഷൻ്റെ പ്രധാനപ്പെട്ട ഒരു നേച്ചർ എന്താണെന്നും അഥവാ എന്താണ് അഗ്രഷൻ എന്നും അതിൻ്റെ പ്രധാനപ്പെട്ട ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളതുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എനി ആക്ഷൻ ദാറ്റ് ഹാംസ് അതർ പേഴ്സൺ. ഓക്കെ, അതായത് നമ്മളുടെ ഇൻറ്റൻഷനൽ ആയിട്ടുള്ള മറ്റുള്ള ആളുകൾ ഏതെങ്കിലും രീതിയിൽ ഹാം ചെയ്യുന്ന, അത് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാവാം അല്ലാത്തതാവാം, അങ്ങനെ മറ്റുള്ള ആളുകൾക്ക് ഹാംഫുൾ ആയിട്ട് മാറുന്ന നമ്മളുടെ ബിഹേവിയേഴ്സിനാണ് നമ്മൾ അഗ്രസീവ് ബിഹേവിയേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ അഗ്രസീവ് ബിഹേവിയേഴ്സ് ആണ് ഇറ്റ്സ് ആൻ ആക്ഷൻ, അതായത് നമ്മൾ മറ്റുള്ള ആളുകളെ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിക്കുന്ന, അവർക്ക് മോശം വരുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ അഗ്രഷൻ എന്നാണ് വിളിക്കുന്നത്. അത് വെറും എന്താണ്, അപ്പാർട്ട് ഫ്രം ദ ഫിസിക്കൽ അഥവാ ബോഡി ലൈക്ക് വയലൻസ് അഗെയിൻസ്റ്റ് ദ ബോഡി ഓഫ് അതർ ഹ്യൂമൻസ്, ദർ ക്യാൻ ബി ഓൾസോ ഓഫ് വെർബൽ അബ്യൂസ് ആൻഡ് വെർബൽ അസോൾട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, അതായത് അഗ്രഷൻ എന്ന് പറയുമ്പോൾ മറ്റൊരാളെ പിടിച്ച് തല്ലുക എന്നുള്ള മാത്രമല്ല, അയാൾക്കെതിരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക അഥവാ വെർബൽ അബ്യൂസ് നടത്തുക, വെർബൽ അസോൾട്ട് നടത്തുക എന്നൊക്കെ പറയുന്നത് എന്താണ്, അഗ്രഷൻ്റെ ഒരു പാർട്ടാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ മാത്രമല്ല, അയാളുടെ ഏതെങ്കിലും രീതിയിലുള്ള സംഭവങ്ങൾ ലൈക്ക് സാധനങ്ങൾ, ഒബ്ജക്ട്സ്, അതായത് അദ്ദേഹത്തിൻ്റെ വാഹനം കത്തിക്കുക, അദ്ദേഹത്തിൻ്റെ മൊബൈൽ എറിഞ്ഞു പൊട്ടിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ ഇതുമായി ഡിസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ അഗ്രഷനുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതൊക്കെ നമുക്ക് കോമൺ സെൻസ് ബൈസിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഐ ആം ജസ്റ്റ് എക്സ്പ്ലെയിനിങ് എവറിത്തിങ് ഫോർ എൻ ഇൻട്രഡക്ഷൻ. പിന്നെ ഈ അഗ്രസീവ് ബിഹേവിയർ കുട്ടിക്കാലത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് നോർമൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അതായത് നിങ്ങൾ കുട്ടികൾ കുറച്ചൊക്കെ ഒരു ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അത് നോർമലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഡിസ്ട്രക്റ്റീവാണ്, മറ്റുള്ള ആളുകളെയൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കുട്ടിയെ കൊണ്ടുപോകേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. കാരണം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പോലെയുള്ള ലൈക്ക്, അതിൽ മാത്രമല്ല ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ടക്ട് ഡിസോർഡർ, കുട്ടികൾക്ക് ഉണ്ടാവുന്ന ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് കണ്ടക്ട് ഡിസോർഡർ. അപ്പം അതുപോലെയുള്ള ഡിസോർഡേഴ്സൊക്കെ ഉള്ള കുട്ടികൾ ഭയങ്കര അഗ്രസീവായിട്ട് പെരുമാറാറുണ്ട്, കാര്യങ്ങൾ ഡിസ്ട്രോയ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യം എന്തായാലും അത്യാവശ്യമെങ്കിൽ തേടാവുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ്. അപ്പം പറഞ്ഞു വരുന്നത് കുട്ടികളിൽ അഗ്രഷൻ, അതായത് ദേഷ്യം എന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള സംഭവമാണ്. അവർ വാക്കുകൾക്ക് സംസാരിച്ച് പഠിച്ച് വരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ആ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് വരെ, അതായത് കംപ്ലീറ്റ്ലി ഫ്ലുവൻ്റ് ആവുന്നത് വരെ അവർ അഗ്രസീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അറ്റൻഷൻ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതൊക്കെ നോർമലാണ് ഒരു പരിധി വരെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ കുട്ടിക്കാലത്തെ അഗ്രഷനിലെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു കാര്യം പാരൻസിന് കുട്ടികളുടെ മേലുള്ള എക്സ്പെക്റ്റേഷൻസ് ആണ്. ഓക്കെ, കുട്ടികളുടെ മേലിൽ നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പെക്റ്റേഷൻസ് ഉണ്ടോ, ആ എക്സ്പെക്റ്റേഷൻ നിങ്ങൾ എത്രത്തോളം കുട്ടികൾ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അടിച്ചമർത്താനല്ല അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, അതിനനുസരിച്ച് അഗ്രഷൻ ലെവൽസിൽ വേരിയേഷൻസ് ഉണ്ടാവുന്ന സൈക്കോളജിയിൽ ഒരുപാട് സ്റ്റഡീസ് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ്ലി 100% പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ടൈപ്സിലേക്കാണ് പോകുന്നത്. കാരണം നേച്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അഗ്രഷൻ ഇന്നതാണ് എന്നും അഗ്രഷൻ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന നോർമലാണ് എന്നും അഗ്രഷൻ്റെ പ്രോപ്പർട്ടീസും എങ്ങനെയൊക്കെയാണ് നമ്മൾ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ നേച്ചർ ഓഫ് അഗ്രഷൻ. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അതിൽ ടൈപ്സ് ഓഫ് അഗ്രഷനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻസ്ട്രുമെൻ്റൽ അഗ്രഷൻ, ഹോസ്റ്റൈൽ അഗ്രഷൻ എന്താണ്, റിയാക്റ്റീവ് അഗ്രഷൻ എന്താണ്, പ്രോ ആക്റ്റീവ് അഗ്രഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഗ്രഷനിൽ നിങ്ങൾ എഴുതേണ്ടത് ബയോളജിക്കൽ കോസസ് ഓഫ് അഗ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സുകൾ ചോദിക്കുകയാണെങ്കിൽ ആദ്യം ബയോളജിക്കൽ കോസസ് എഴുതുക. അതിൽ ബ്രെയിൻ ഡിസ്ഫങ്ഷൻ ഉണ്ട്, ടെസ്റ്റോസ്റ്റിറോൺ ലെവലിലും സെറോട്ടോണിൻ ലെവലിലും വരുന്ന ഡിഫറൻസസ് ഉണ്ട്. പിന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒക്കെ എന്താണ്, ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. പിന്നെ വരുന്ന എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ ടെമ്പറേച്ചർ ഭയങ്കര കൂടി കഴിഞ്ഞാൽ നമുക്ക് അഗ്രഷൻ കൂടും. ക്രൗഡ് എന്ത് ചെയ്യും, അഗ്രഷൻ ക്രിയേറ്റ് ചെയ്യും. ഭയങ്കര നോയ്സി എൻവയോൺമെൻറ്റിൽ നമുക്ക് അഗ്രഷൻ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. പിന്നെ തിയറീസ് ആണ് വരുന്നത്. തിയറീസിൽ സൈക്കോഡൈനാമിക് തിയറി, ഫ്രോയിഡിൻ്റെ സൈക്കോഡൈനാമിക് തിയറി, ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി വരുന്നുണ്ട്. ഡൊളാർഡിൻ്റെ പിന്നെ കോഗ്നിറ്റീവ് ന്യൂ അസോസിയേഷൻ തിയറി ഉണ്ട്, സോഷ്യൽ ലേണിംഗ് തിയറി ഉണ്ട്. അപ്പോൾ തിയറീസിനെ കുറിച്ചും ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് അതും നിങ്ങൾ ആ തിയറിയുടെ വലിയ എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പോലും ബേസിക് ആയിട്ട് എന്താണ് തിയറി പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് എലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങളുടേതായ വാക്കുകൾ അത് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. എനിവേ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ബ്ലോക്ക് 2 ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 3 ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ ലിസണിങ്.